ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വാർത്ത എന്ന് പറയുന്ന പോലെ ഏറ്റവും പുതിയൊരു വാർത്തയാണ്. വാർത്ത എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി ജോഷി മമ്മൂട്ടി മോഹൻലാലിന് വെച്ച് സിനിമ ചെയ്യില്ല എന്നാണല്ലോ വിചാരിച്ചിരുന്നത്. ഇപ്പം എന്ത് പറ്റി? ഇപ്പോൾ മമ്മൂട്ടി ഇല്ലാതെ ജോഷി മോഹൻലാലിന് വെച്ച് പുതിയ സിനിമ ചെയ്യാൻ പോകുന്നു. മമ്മൂട്ടിയെ ഒരു കാരണവശാലും ഒരിക്കലും തൻ്റെ സിനിമയിൽ ഇനി വിളിക്കില്ല എന്നും പറഞ്ഞിരിക്കുന്നു. ഇത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. സിനിമയല്ലേ, നടക്കാം നടക്കാതിരിക്കാം. സിനിമയിൽ എപ്പോഴും സക്സസ്സിലാണ് വിലയുള്ളതെന്ന് ആലോചിക്കണം. സക്സസ് ഇല്ലാതെ ഒന്നും നടക്കില്ല. ഇപ്പോൾ ഏറ്റവും നല്ല നടനാണ്, അയാൾക്ക് സിനിമയില്ലെങ്കിലൊന്നും ആരും വിളിക്കൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ആർക്കാണ് കൂടുതൽ പ്രസക്തിയുള്ളത്, ആര് വെച്ചാലാണോ വിറ്റുപോകുന്നത്, അതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ താങ്കൾ ഇത് പറഞ്ഞതുപോലെ ഈ മമ്മൂട്ടിയും മോഹൻലാലും ജോഷി സിനിമയിൽ ഉണ്ടാകില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ വിചാരിക്കാൻ വരട്ടെ. ഒന്ന് നമ്മൾ ആലോചിക്കേണ്ടത്, ഇത്രയും വർഷമായി പഴയ സംവിധായകൻ, അതായത് എന്നും പുതുമ നൽകുന്ന ഒരു സംവിധായകനായി നിൽക്കുന്നത് ജോഷിയാണ്. ഇവിടെ ഇടയ്ക്ക് ഹരിഹരൻ ഉണ്ടാവാറുണ്ട്, പക്ഷെ ഹരിഹരൻ പടം ചെയ്തിട്ടും കുറേ വർഷങ്ങളായി. ജോഷിയാണ് ഇപ്പോൾ നിലവിൽ സിനിമകൾ ചെയ്തിട്ട്, അതായത് വർഷത്തിൽ ഒരു സിനിമയെങ്കിലും ആവറേജ് ചെയ്യുന്നതെന്ന് ആലോചിക്കണം. അങ്ങനെ ചെയ്ത് നിൽക്കുന്നൊരു സംവിധായകൻ ജോഷിയാണ്. ആ ജോഷി മോഹൻലാലിനെ വെച്ച് പുതിയ സിനിമ ചെയ്യാൻ പോകുന്നു എന്നുള്ള സത്യം തന്നെയാണ്. അവിടെ നമ്മൾ മുഖം വിളിക്കുന്നതിനാണ്. മമ്മൂട്ടി വെച്ച് പടം ചെയ്യില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മമ്മൂട്ടിയും ജോഷിയും ശംഖ് പോലെയായിരുന്നു ഇവിടെ. അത് നിങ്ങൾക്കറിയാമല്ലോ. അവരുടെ സിനിമകൾ തുരുതുരാ സിനിമകൾ വന്ന് ഹിറ്റുകളാക്കി പോയിരുന്നു. പിന്നെ ഈഗോ എല്ലാവർക്കും ഉണ്ടായിരിക്കാം. നിങ്ങൾ ഒരു കാര്യം, ആദ്യം ജോഷി മമ്മൂട്ടിയിലാണ്ട് കുറേ സിനിമകൾ വന്നു, പിന്നെ ആ ഗ്യാപ്പിലേക്ക് കുറേ മോഹൻലാൽ സിനിമകൾ വന്നു, പിന്നെ മോഹൻലാൽ ഇല്ലാതെ സുരേഷ് ഗോപി സിനിമ വന്നു, സുരേഷ് ഗോപി ഇല്ലാതെ പുതിയ ആൾക്കാർ സിനിമ വന്നു. ഈ സിനിമകളെല്ലാം തന്നെ ജോഷിക്ക് തൂവലായി മാറി എന്നുള്ളതാണത്. അതായത് ആർട്ടിസ്റ്റ് അല്ല തനിക്ക് പ്രശ്നം, തൻ്റെ സിനിമകൾ തന്നെയാണെന്ന് ജോഷി പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. ഇതേ ജോഷി ആലോചിക്കണം, വർഷങ്ങൾക്ക് മുമ്പ് പുതുമകൾ വെച്ച് സിനിമയെടുക്കാൻ നമ്മൾ നിർബന്ധിച്ചിട്ട് പോലും ചെയ്തില്ല. അതായത് ഒരേ സമയം നിരവധി പ്രൊഡ്യൂസേഴ്സ് വന്നു നിന്ന് എന്തു വേണമെങ്കിലും ചെയ്യാം, ജോഷിക്ക് എല്ലാത്തിനും അധികാരമുണ്ട്. അങ്ങനെയുള്ള ജോഷിക്ക് പുതുമുഖങ്ങളെ വെച്ച് സിനിമ ചെയ്യാൻ ധൈര്യമുണ്ടായില്ല എന്നാലോചിക്കണം. ഇപ്പോൾ സ്ഥിതിയല്ല. ഇപ്പോൾ പുതിയ ആൾക്കാരെ വെച്ച് സിനിമ ചെയ്യാനും ജോഷി ഒരുക്കമാണ്. അത് അവിടെ നിൽക്കട്ടെ. നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് ഈ മമ്മൂട്ടിയെ ജോഷി തട്ടിക്കളഞ്ഞത് എന്നാണ് ചോദിച്ചത്. തട്ടിക്കളഞ്ഞതൊന്നുമല്ല, ഇത് കഴിഞ്ഞ 17 വർഷം മുമ്പ്, അതായത് 2007 ആ സിനിമയുടെ ഷൂട്ടിംഗ്. ഞാൻ അടക്കമുള്ള ഒരു ലൊക്കേഷനിലുണ്ടെന്ന് ആലോചിക്കണം. അന്ന് രണ്ടുപേരും, ജോഷിയും മമ്മൂട്ടിയും, ഈ കത്തി നിൽക്കുക എന്ന് പറഞ്ഞില്ലേ, ആരാണ് മുന്നിൽ എന്ന് പറയുന്ന പോലെ ഇതിൽ ആരാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതിലാണത്. അപ്പം ആ ഒരു ലൊക്കേഷനിൽ വെച്ച് രഞ്ജിത്താണ് അതിൻ്റെ കഥ എഴുതിയിട്ട് ആലോചിക്കണം. നസ്രാണി എന്നുള്ള സിനിമ, ആ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ തന്നെ ഞങ്ങൾ നിൽക്കുക തന്നെ ചില പ്രശ്നങ്ങളിൽ, ഈഗോ പ്രശ്നങ്ങൾ അതിലുണ്ടായിരുന്നു. ഈഗോ പ്രശ്നം വെച്ചാൽ ജോഷി പറയുന്നത് ചിലപ്പോൾ മമ്മൂട്ടി അനുസരിക്കാൻ ബുദ്ധിമുട്ട്, മമ്മൂട്ടി പറയുന്നവർക്ക് ജോഷി അനുസരിക്കാൻ ബുദ്ധിമുട്ട്. അത് അവർക്കുള്ളിൽ തന്നെ, വേറെ ആർക്കും അറിയാത്ത പോലെ അവരുടെ ഉള്ളിൽ എന്തോ ചില കാര്യങ്ങൾ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു, ദഹിക്കാതെ കിടക്കുന്നുണ്ടായിരുന്നു. അത് അവർ തന്നെയാണ് പരിഹരിക്കേണ്ടത്. പക്ഷേ ആ സിനിമ ഇടയ്ക്ക് വെച്ച് നിന്നു പോകും, പൂർത്തിയാകില്ല എന്ന് വിചാരിച്ചവരുണ്ട്, ഞാനടക്കമുള്ളവർ. അത്രമാത്രം സംഘർഷം നിറഞ്ഞ ദിനങ്ങളായിരുന്നു ആ നസ്രാണി എന്ന സിനിമയിൽ നടന്നത്. പിന്നീട് സംഭവിച്ചത് എന്താ, ആ സിനിമ പൂർത്തിയായി, സിനിമ തിയേറ്ററിൽ വന്നതൊക്കെ ശരിയാണത്. അത് വന്നെങ്കിലും അവർ തമ്മിൽ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തിരുത്താൻ പറ്റാത്തിൽ കിടന്നിരുന്നു എന്നുള്ള സത്യം തന്നെയാണ്. അപ്പോൾ തീരുമാനമായി. അപ്പോൾ മമ്മൂട്ടിയെ അറിയാവുന്നവർ, മമ്മൂട്ടിയെ അടുപ്പമുള്ളവർ, ജോഷിയെ അറിയാവുന്നവർ, ജോഷിയെ അടുപ്പമുള്ളത്, ഈ രണ്ടു പേരുടെയും കോമൺ സുഹൃത്തുക്കളുണ്ടെന്ന് ആലോചിക്കണം. അവർ പറഞ്ഞു വരുത്തിയത്, ഇനി ജോഷിയുടെ സിനിമയിൽ മമ്മൂട്ടി ഉണ്ടാകില്ല, മമ്മൂട്ടി ജോഷിക്ക് വേണ്ടി അഭിനയിക്കില്ല, ഇങ്ങനെ വന്നേ. പക്ഷെ ഒരു വർഷം കൂടി കഴിഞ്ഞപ്പോൾ അമ്മയുടെ വലിയ 2020 എന്നുള്ള സിനിമ വന്നു. ആ സിനിമയിൽ മമ്മൂട്ടി അഭിനയിച്ചു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരു നായക സിനിമയല്ല, അത് അമ്മ എന്നുള്ള സംഘടനയ്ക്ക് വേണ്ടി ദിലീപ് നിർമ്മിച്ച സിനിമയാണ്.
അത് അമ്മ എന്നുള്ള സംഘടന പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണത്. ആ പ്രോഫിറ്റ് ആദ്യം തന്നെ 1 കോടി രൂപ ദിലീപ് കൊടുത്ത സിനിമ എന്നാലോചിക്കണം. അങ്ങനെ വമ്പൻ ലാഭം കിട്ടിയ ഒരു സിനിമയാണ് 2020. ആ 2020 സിനിമയിൽ മമ്മൂട്ടിക്കും മോഹൻലാലും സുരേഷ് ഗോപിക്കും ജയറാമിനും ബിജു മേനോനും അടക്കമുള്ള എല്ലാവർക്കും പ്രാധാന്യമുള്ള സിനിമ. അതായത് ഒരു കഥാപാത്രമായാൽ പോലും അവർക്കൊക്കെ പ്രാധാന്യം കൊടുത്ത് ഉള്ളൊരു സിനിമയായിരുന്നു 2020 എന്നുള്ളതായിരിക്കണം. ആ 2020ക്ക് ശേഷമാണ് എല്ലാവരും വാച്ച് ചെയ്തത്. ജോഷിയും മമ്മൂട്ടിയും തമ്മിലുള്ള മഞ്ഞ് ഉരുകി തുടങ്ങിയോ? ഈ 2020ക്ക് ശേഷം അവർ രണ്ടുപേരുമുള്ള സിനിമ ഏതായിരിക്കും എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണത്. പക്ഷേ കഴിഞ്ഞ 2008-ലാണ് 2020 വന്നത് എന്ന് പറഞ്ഞാൽ 16 വർഷമായി എന്നാലോചിക്കണം. കഴിഞ്ഞ 16 വർഷമായിട്ട് ജോഷിയുടെയും മമ്മൂട്ടിയുടെ സിനിമകൾ ഇവിടെ ഉണ്ടെങ്കിലും ഈ രണ്ടുപേരും ഒരുമിച്ചൊരു സിനിമ പിന്നെ വന്നിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. അവരിപ്പോഴും ലൈവായി നിൽക്കുന്നത് കൊണ്ട് അവരൊരുമിച്ചുള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സത്യം 16 വർഷമായി ജോഷിയും മമ്മൂട്ടിയും ഒരുമിച്ചൊരു സിനിമ ചെയ്തിട്ടെന്നായിരിക്കണം. ഇത്രമാത്രം ശത്രുത ഇവർക്ക് എങ്ങനെയുണ്ടായി? കാരണം മമ്മൂട്ടിയെ കണ്ടാൽ കൊലവിളി നടത്തിയിരുന്ന നടനാണ് സുരേഷ് ഗോപി എന്നാലോചിക്കണം. അവർ തമ്മിൽ പോലും കോംപ്രമൈസായി. അപ്പം അത്രയൊന്നും, അതായത് ഇവർ ജോഷിയും മമ്മൂട്ടിയും തമ്മിൽ അത്രയും ശത്രുതയുടെ ആവശ്യമൊന്നുമില്ല. എനിക്ക് രണ്ടു കൂട്ടരെയും അറിയാവുന്നതാണ്, രണ്ട് മനസ്സും അറിയാവുന്നതാണ്. അപ്പോൾ ജോഷിയുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചത് അത്രമാത്രം മുറിവ് മമ്മൂട്ടി ഏൽപ്പിച്ചോ, അതോ മമ്മൂട്ടിയുടെ മനസ്സിനെ വലിയ രീതിയിലും ജോഷി മുറിവേൽപ്പിച്ചോ? ഇതൊക്കെ ഒരു ചോദ്യങ്ങളാണ്. രണ്ടുപേരും വാ തുറന്നാലല്ലേ നമുക്ക് മനസ്സിലായുള്ളൂ. ഇതുവരെ രണ്ടുപേരും വാ തുറന്നിട്ടില്ല. വാ തുറന്നില്ല പിന്നെ അഭിനയിക്കണ്ടേ? രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. പക്ഷെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് എന്താ? ജോഷിക്ക് മമ്മൂട്ടി ഇല്ലാതെ സിനിമ സക്സസ് ആകാൻ കഴിഞ്ഞിട്ടുണ്ട്. മമ്മൂട്ടിക്ക് അതുപോലെ തന്നെ ജോഷി ഇല്ലാതെ തന്നെ സിനിമ സക്സസ് ആകാൻ മമ്മൂട്ടിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരും മസ്റ്റ് അല്ലാത്ത കാലം വരെ ആരെ വെച്ചാലെന്താ എന്നുള്ളതാണത്. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് ആലോചിക്കണം. മമ്മൂട്ടിയും ജോഷിയും ഒരു ചങ്കായി നടന്ന് കുറേ സിനിമകൾ ചെയ്ത അവസരത്തിൽ അവിടേക്കൊന്ന് നുഴഞ്ഞു കയറാൻ വേണ്ടി മോഹൻലാൽ എന്ന നടൻ കാത്തിരുന്ന അവസരങ്ങളുണ്ടെന്ന് ആലോചിക്കണം. അവിടെ പ്രവേശിക്കാൻ അവസരം കിട്ടിയപ്പോഴൊക്കെ അത് പലരും തടഞ്ഞിട്ടുണ്ടെന്ന് ആലോചിക്കണം. അങ്ങനെ എങ്ങനെ ജോഷി ഗ്രൂപ്പിൽ നടന്ന് നുഴഞ്ഞു കയറും എന്ന് ആലോചിച്ചിരുന്നൊരു കാലഘട്ടം പിന്നെ മാറി. അതായത് മമ്മൂട്ടിയില്ലാതെ ജോഷി സിനിമ ചെയ്തു തുടങ്ങിയപ്പോൾ മോഹൻലാൽ പകരം എന്ന് പറയാൻ പറ്റില്ല. മോഹൻലാൽ നല്ല നടനാണ്, ഹിറ്റുകൾ കൊടുത്ത നടനാണെന്ന് ആലോചിക്കണം. മോഹൻലാൽ ജോഷി സിനിമകളിൽ വന്നു. അവർ തമ്മിലുള്ള കോമ്പിനേഷൻ കറക്റ്റായിരുന്നു. അവർ തമ്മിൽ നല്ല ഒരു ബന്ധമുണ്ടായിരുന്നു, ഒരു പ്രശ്നവും ഉണ്ടായില്ല. ആ സിനിമകൾ ഹിറ്റായി മാറി എന്ന് ആലോചിക്കണം. അങ്ങനെ കുറച്ച് സിനിമകൾ ജോഷി മോഹൻലാൽ വന്നു. പിന്നീട് അത് കഴിഞ്ഞപ്പോൾ മോഹൻലാലിൻ്റെ സിനിമകൾ കുറഞ്ഞു ജോഷിയായിട്ടുള്ളത്. അപ്പോഴും ഈ പ്രചരണം വന്നു, ജോഷിയും മോഹൻലാലും തമ്മിൽ തെറ്റിയിരിക്കുന്നു, ഇനി മോഹൻലാൽ ജോഷിയുടെ സിനിമയിൽ അന്നും ഒരു പ്രചരണം വന്നു. ആ ഇടയ്ക്കാണ് സുരേഷ് ഗോപിയുടെ പടങ്ങൾ വന്നവിടെ, മറ്റുള്ളവരുടെ പടങ്ങൾ വന്നത്. ആ പടങ്ങളൊക്കെ ഹിറ്റാവുകയും ചെയ്തു. അപ്പോൾ പറഞ്ഞു വന്നത്, അന്വേഷിച്ചപ്പോൾ മോഹൻലാലുമായിട്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിട്ടില്ല. പ്രശ്നമുണ്ടെങ്കിൽ ജോഷി ഒരിക്കലും പുതിയ സിനിമയിൽ കാസ്റ്റ് ചെയ്യില്ല. കാരണം റംബാൻ എന്നുള്ള സിനിമയാണ് ഇപ്പോൾ വരാൻ പോകുന്നത് മോഹൻലാലിൻ്റെ. ആ റംബാൻ എന്നുള്ള സിനിമ ഈ വർഷം ഷൂട്ടിംഗ് തുടങ്ങേണ്ടതാണ്. പക്ഷേ ആ സിനിമ ഈ വർഷമല്ല. നമുക്ക് കിട്ടിയ അറിവ് വെച്ചാണെങ്കിൽ 2025 മാത്രമേ റംബാൻ ഇവിടെ വരികയുള്ളൂ എന്നാലോചിക്കണം. ആ സിനിമയിൽ മോഹൻലാലും ജോഷിയും കൂടാതെ ഒരു പ്രത്യേകതയുണ്ടെന്ന് ആലോചിക്കണം. നടനായി വന്ന് തിരക്കഥാകൃത്തായി പേരെടുത്തൊരു നടനുണ്ട്, ചെമ്പൻ വിനോദാണ് റംബാൻ്റെ കഥയും തിരക്കഥയും സംഭാഷണം എല്ലാം എഴുതുന്ന ആലോചിക്കണം. അപ്പോൾ പടം വിജയിക്കട്ടെ, പടം ഹിറ്റാകട്ടെ. അതിനിടയിൽ മമ്മൂട്ടിയും ജോഷിയും തമ്മിൽ ഇനി ഒരിക്കലും സിനിമ ചെയ്യില്ല എന്നുള്ള പ്രചരണമുണ്ടല്ലോ, അത് ഖേദകരമാണെന്ന് ആലോചിക്കണം. സിനിമയിൽ രാഷ്ട്രീയത്തിൽ അങ്ങനെ സ്ഥിരമായിട്ടുള്ള ബന്ധങ്ങളില്ല. പ്രത്യേകിച്ച് ഇപ്പോഴും സക്സസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സൂപ്പർ ഹിറ്റ് നൽകിക്കുന്ന നടനാണ് മമ്മൂട്ടി. നാളെ ഒരുപക്ഷെ ഇവരും തമ്മിൽ ഒരു സിനിമ അനൗൺസ് ചെയ്താൽ അത്ഭുതപ്പെടാനില്ല.